എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 42 ശ്ലോകം 16, 17, 18, 19, 20, 21, 22, 23, 24 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ധനുയാഗം നടക്കുന്ന ശാലയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്ലോകം 16. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പുരുഷേർബഹുഭിർഗുപ്തം അർച്ചിതം പരമർദ്ധിമത് വാര്യമാണോ നൃഭിഃ കൃഷ്ണ പ്രസഹ്യ ധനുരാധതേ. ആ യാഗശാലയില് ഉള്ള ആ വില്ലിന്റെ ചുറ്റും അനേകം കാവൽക്കാർ ഇരിക്കുന്നുണ്ട്. കുറെ പേരിങ്ങനെ മന്ത്രോച്ചാരണം ചെയ്ത് പൂജിക്കണു. സ്വർണം, രത്നം എന്നിവ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ അനേകം അലങ്കാരങ്ങള് ആ ധനുസില് കെട്ടി അലങ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ആ വില്ലിന്റെ അരികത്തേക്ക് ചെല്ലുന്ന ഭഗവാനെ ആ കാവൽക്കാരെല്ലാവരും ആദ്യം അത്ഭുതമായി. അവർക്ക് ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോ തുടരുത് തുടരുത് എന്ന് പറഞ്ഞു. ഇവരങ്ങോട്ട് ഓടി വരണ കണ്ടപ്പോ കാവൽക്കാരെല്ലാവരും കുറെ പേരുണ്ട്. തുടരുത് എന്ന് പറയലും ഭഗവാൻ ആ ബലാൽക്കാരേണ ആ വില്ലങ്ങോട്ട് എടുത്തു. അതൊന്നും ശ്രദ്ധിച്ചു പോലുമില്ല അവര് പറയണത്. കരേണ വാമേന സലീലമുദ്ധൃതം സജ്ജം ച കൃത്വാ നിമിഷേണ പശ്യതാം നൃണാം വികൃഷ്യ പ്രബഭഞ്ച മധ്യതോ യഥേക്ഷുദണ്ഡം മദകര്യുരുക്രമ. കണ്ണടയ്ക്കാതെ നോക്കി നിൽക്കുന്ന ജനങ്ങൾക്ക് അത്യാശ്ചര്യം ജനിക്കത്തക്ക വിധം ഒട്ടും പ്രയാസം കൂടാതെ ഇടത്തെ കൈ കൊണ്ടാണ് വില്ലെടുത്ത് പൊന്തിച്ചു. എന്നിട്ട് വലത്തെ കൈ കൊണ്ട് ഞാനങ്ങോട്ട് വലിച്ചു കെട്ടി മതിച്ച ആന കരിമ്പിൻ തടി എന്ന പോലെ അനായാസേന ഞാൻ വലിച്ചു വില്ലിനെ നടുവേ അങ്ങോട്ട് മുറിച്ചു. ധനുഷോ ഭജ്യമാനസ്യ ശബ്ദ ഖം രോദസീ ദിശ പൂരയാമാസയം ശ്രുത്വാ കംസസ്ത്രാസമുപാഗമൽ. ആ വില്ല് മുറിക്കുമ്പോഴുണ്ടായിട്ടുള്ള ഗംഭീര ശബ്ദം ആകാശം, അന്തരീക്ഷം, ഭൂലോകം, ഈ 10 ദിക്കുകളിലും എല്ലാ സ്ഥലത്തും അങ്ങോട്ട് മുഴങ്ങി. ഇത്ര ഉച്ചമായ ഘോര ശബ്ദം കേട്ടപ്പോ കംസൻ ഭയപ്പെട്ടു. ഭയം എന്നാൽ എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത കംസൻ കൂടി ഭയപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ മറ്റുള്ളവരുടെ കഥ പറയേണ്ടതില്ലല്ലോ. പ്രളയകാല മേഘഗർജനത്തെക്കാൾ ഘോരമായ ആ ശബ്ദം കേട്ടപ്പോ രാജ്യമാസകലവും കംസനും ഭയപ്പെട്ടങ്ങോട്ട് നടുങ്ങി ഞെട്ടിത്തെറിച്ചിങ്ങനെ എന്താണത് വിചാരിച്ചു എല്ലാവരും ഓടി വരികയാണ് ശബ്ദം കേട്ട ദിക്കിലേക്ക്. തദ്രക്ഷിണ സാനുചരാ കുപിതാ ആതതായന ഗ്രഹീതുകാമാ ആവവ്രു ഗൃഹ്യതാം ബധ്യതാമിതി. വില്ലിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അവരുടെ കൂട്ടുകാരും ഇത് കണ്ട് വല്ലാതെ കോപിച്ചു. കാവക്കാരിങ്ങനെ ഇരിക്കല്ലേ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ശ്രീകൃഷ്ണനെയും ബലരാമനെയും വധിക്കണം, ഇവരെ കൊല്ലല്ലാതെ ഇനി രക്ഷയില്ല, അല്ലെങ്കിൽ കംസൻ ഇവരെ കൊല്ലും അല്ലെ. അങ്ങനെ വേണ്ടിയിട്ടുള്ള ആയുധങ്ങളൊക്കെ അങ്ങോട്ട് ധരിച്ചു. പിടിച്ചു നിർത്താൻ ആഗ്രഹിച്ച് പിടിക്കവനെ കെട്ടവനെ എന്നൊക്കെ പറഞ്ഞ് നിലവിളി കൂട്ടിയും കൊണ്ട് അവരുടെ ചുറ്റും കൊണ്ട് വളഞ്ഞു. ആഹാ എന്താ ധിക്കാരം, പിടിക്കവനെ കെട്ടവനെ ഇവരെ പിടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ആക്രോശിക്കുക ആവൽക്കാരൊക്കെ. അഥ താൻ ദുരഭിപ്രായാൻ വിലോക്യ ബലകേശവൗ ക്രുദ്ധൗ ധന്വനാദായ ശകലേതാംശ്ച ജഗ്നതു. അത് ശരി, നമ്മളെ സംഹരിക്കണം എന്നുള്ള വിചാരത്തോട് കൂടിയിട്ടാണല്ലേ. എന്നാ അവര് കാണട്ടെ. അവരെയൊക്കെ അങ്ങോട്ട് കണ്ടപ്പോ ബലരാമനും കൃഷ്ണനും അല്ലാത്ത ക്രോധം വന്നു എന്ന് മാത്രല്ല, ആ മുറിഞ്ഞു കിടക്കുന്ന വില്ലിന്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് തന്നെ അവരെ സംഹരിച്ചു.
ഭഗവാൻ ഒരു ആ വില്ല് മുറിച്ചിട്ട് ഒരു കഷ്ണം ഏട്ടനും കൊടുത്തു. രണ്ടുപേരുടെ കയ്യിലും വില്ലിന്റെ കഷ്ണമുണ്ട്. ഒരു ഭയം ഉണ്ടായില്ലേ രണ്ടുപേർക്കും. തുരുതുരാ അടിയോടടി ഇവർക്കൊക്കെ. ബലം ച കംസപ്രഹിതം ഹത്വാ ശാലാമുഖാത്തത നിഷ്ക്രമ്യ ചേരദുർഹൃഷ്ടൗ നിരീക്ഷ്യ പുരസമ്പദ. ഈ വിവരം അറിഞ്ഞപ്പോ കംസൻ കുറെ സൈന്യങ്ങളെ അയച്ചു. കാവൽക്കാരെയൊക്കെ അടിച്ചു. അവർക്കൊന്നും തടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോ കംസന്റെ സൈന്യങ്ങളെ അങ്ങോട്ട് അയച്ചു. അവരെ ഒരു നിഷ്പ്രയാസം അവരെയൊക്കെ സംഹരിച്ചു. എന്നിട്ട് ആ ശാലയിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു. ഇങ്ങനെ ചില ലഹളകൾ കഴിഞ്ഞു എന്നുള്ള ഒരു ഭാവം കൂടി ഇല്ലാതെ അങ്ങനെ നടന്നു. പിന്നെ പട്ടണം ഇനിയും ബാക്കിയുള്ള കാണാനുണ്ട് കുറെ പട്ടണത്തില് എന്നുള്ള മട്ടില് ആ പട്ടണ വീഥികളെ നിരത്തി വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും ആ പട്ടണങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കി കണ്ട് പതുക്കെ പതുക്കെ ആനന്ദിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത മട്ടില് വീണ്ടും അതുപോലെ തന്നെ നടന്നു എന്ന് പറഞ്ഞ രാമകൃഷ്ണന്മാര്. തയോസ്തത് അത്ഭുതം വീര്യം നിശാമ്യ പുരവാസിന തേജ പ്രാഗൽഭ്യരൂപം ച മേനിരേ വിബുധോത്തമൗ. മധുരാപട്ടണവാസികൾ കേട്ടു രാമകൃഷ്ണന്മാരുടെ ആ വില്ലെടുത്ത് അങ്ങോട്ട് കൊലച്ചു ഒട്ടിച്ചു. എന്താ പരാക്രമം! ശത്രുക്കളെ അമർത്താനുള്ള ശക്തി, ആ കൂസലില്ലായ്മ, അതിമനോഹരമായ സൗന്ദര്യം, ഇതൊക്കെ കണ്ട് അനുഭവിച്ചറിഞ്ഞപ്പോ ഇവര് രണ്ടുപേരും മനുഷ്യരല്ല, തീർച്ച ഇവര് ദേവന്മാരിൽ വെച്ച് ഉത്കൃഷ്ടന്മാരാണ് എന്ന് അവരെല്ലാവരും പരസ്പരം ഇങ്ങനെ പറയാൻ തുടങ്ങി. തയോർ വിചരതോ സ്വൈരം ആദിത്യോസ്തമുപേയിവാൻ കൃഷ്ണരാമോ വൃതൗ ഗോപൈ പുരാച്ഛകടമീയതു. അങ്ങനെ ശ്രീകൃഷ്ണനും ബലരാമന് ഇഷ്ടം പോലെ ആ മധുരാ പട്ടണ ഭംഗി കണ്ടുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ സൂര്യൻ അസ്തമിച്ചു. ഗോപന്മാരോടുകൂടി പട്ടണത്തിൽ നിന്ന് തങ്ങളുടെ വണ്ടികൾ അഴിച്ചു വിട്ടിരുന്ന വാസസ്ഥാനത്തേക്ക് പോകുകയും ചെയ്തു. പിന്നെ തിരിച്ചു അവിടേക്ക് തന്നെ പോയി, വണ്ടികളുടെ അടുത്തേക്ക്. ഇങ്ങനെ ചില സംഗതികൾ നടത്തി ഒരു ഭാവം പോലും ഇല്ലാതെ പിന്നെയും ആ പട്ടണത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തിരിച്ചു നടന്ന് വാസസ്ഥാനത്ത് തിരിച്ചെത്തി. ഗോപ്യോ മുകുന്ദവിഗമേ വിരഹാതുരായ ആശാസിതാശിഷഹൃദാ മധുപുര്യഭൂവൻ സമ്പശ്യതാം പുരുഷഭൂഷണഗാത്രലക്ഷ്മീം ഹിത്വേതരാന്നു ഭജതശ്ചഗമേയനം ശ്രീ. അമൃത സമുദ്രത്തിൽ നിന്ന് പുറപ്പെട്ട മഹാലക്ഷ്മിയെ കണ്ടപ്പോ ബ്രഹ്മാദി ദേവന്മാരൊക്കെ അവരവരുടെ സാധനങ്ങള് പാദകമലത്തിൽ സമർപ്പിച്ചു, യാചിച്ചിട്ടും എന്നെ വരിക്കണേ എന്ന് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് മഹാലക്ഷ്മിയെ കണ്ടിട്ട് മോഹിച്ചിട്ട്. പക്ഷേ മഹാലക്ഷ്മി അവരെ എല്ലാം ഉപേക്ഷിച്ച് ഏതൊരു പുരുഷോത്തമന്റെ ദേഹകാന്തിയെ തന്നെ സ്വാശ്രയമായി കരുതിയോ ആ പരമഭിമാന്റെ സ്വരൂപശോഭ കണ്ടുകൊണ്ട് നിൽക്കുന്ന പുരസ്ത്രീകൾക്ക് ശ്രീകൃഷ്ണന്റെ പുറപ്പാട് സമയത്തില് വിരഹാതുരകളായ ഗോപികൾ പറഞ്ഞ എല്ലാ സംഗതികളും കൃത്യമായിട്ട് ഭവിച്ചു. നന്ദഗോകുലത്തിൽ നിന്ന് കൃഷ്ണൻ മധുരയ്ക്ക് പുറപ്പെട്ടപ്പോ ആ ഗോപസ്ത്രീകൾ പറഞ്ഞല്ലോ, മധുരാപുര സ്ത്രീകള് ഇന്ന് രാവിലെ നല്ല കണി കണ്ടിട്ടുണ്ട്, അവരുടെ കണ്ണുകൾക്ക് ഇന്നാണ് മഹോത്സവം എന്നൊക്കെ അവര് പറഞ്ഞുല്ലോ. സത്യമായി എന്ന് പറഞ്ഞുകൊണ്ട് പുരവാസികളുടെ പ്രേമത്തെക്കുറിച്ചുള്ള വർണ്ണന അവസാനിപ്പിച്ചിരിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.